ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാനും എൻ്റെ ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡും കൂടി ഇവിടുത്തെ സ്റ്റുഡിയോ, നമ്മുടെ നാട്ടിലെ സ്റ്റുഡിയോ പോലത്തെ ഇവിടുത്തെ ഒരു കടയിൽ പോവാണ്. എല്ലാവരും വലിയ ഒരുങ്ങി കെട്ടിയൊക്കെയാണ് പോകുന്നത്. ഇവിടുത്തെ റിഡക്ഷൻ സെയിലുണ്ട്. അപ്പോൾ റിഡക്ഷനുള്ള സാധനങ്ങളൊക്കെ എന്താണെന്നൊക്കെ നോക്കാൻ വേണ്ടി എല്ലാവരും ഒരുങ്ങി കെട്ടി പോവാണ്. അപ്പോൾ അകത്ത് ചെല്ലുമ്പോൾ ഞങ്ങൾ കാണിച്ചു തരാം എന്തൊക്കെയാണ്. അപ്പോൾ നമ്മൾ കടയൊക്കെ കാണിച്ചു തരാം. ഇതൊക്കെയാണ്. എൻ്റെ കൂടെ വരുന്ന ആൾക്കാർക്ക് ഭയങ്കര ഷൈ ആയതുകൊണ്ട് അവർ ഇതിലൊന്നും പങ്കെടുക്കില്ല. അവർ മാറി നടക്കും. ഭയങ്കര നാണക്കേടാണെന്നാണ് പറയുന്നത് എല്ലാവരും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മാർക്കറ്റുകളും കാര്യങ്ങളൊക്കെ. ഇനി ഓരോ കടകളിൽ കയറുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ ഒരു ഷോപ്പിംഗ് മാളിൽ വന്ന് ഈ സാധനത്തിൻ്റെ പേരെന്നേട്ടേ. ഇതാണ് സംഭവം. പേരൊന്നും നമുക്കറിയത്തില്ല. മറ്റേ നമ്മൾ കോയിൻ ഇട്ടിട്ട് പൈസ ഇട്ട് മറ്റേ ഈ സാധനങ്ങളൊക്കെ എടുക്കുന്ന പരിപാടിയാണിത്. ചേച്ചിക്ക് ആപ്പിൾ പേ ഒക്കെ ഉണ്ട്. ചേച്ചിയാണ് പേ ചെയ്യുന്നത്. ചേട്ടയാണ് ഈ സാധനം എടുക്കാൻ പോണത്. കുഴപ്പമില്ല. ഇതാണ് പരിപാടി. ഒറ്റ വട്ടം എടുക്കാൻ പറ്റുള്ളോ? 4 പ്രാവശ്യം എടുക്കാം കേട്ടോ. 1 യൂറോയ്ക്കാണോ 4 പ്രാവശ്യം? കിട്ടിയില്ല. ഇനി പറഞ്ഞ ഞാൻ ചെയ്യാം. എവിടെ വേണ്ട അത് മിക്കവാറും കിട്ടിയില്ല. ഞങ്ങൾ രണ്ടുപേരും തോറ്റ സ്ഥിതിക്ക് ഇനി അടുത്തത് നമ്മുടെ സേച്ചിയാണ് അടുത്തത് ചെയ്യാൻ പോകുന്നതാണ്. ഇതെങ്ങനെ ഒന്നും ആർക്കും വലിയ ധാരണയില്ല. ഫസ്റ്റ് One eternity later. ഞങ്ങൾ 3 പേരും അതിൽ 3 പ്രാവശ്യം ചെയ്തിട്ട് തോറ്റുപോയി. ഇനി ഒന്നോടെ ചെയ്യണ്ട, വെറുതെ പൈസ പോകും. അപ്പോൾ അതിന് ഞങ്ങൾ 3 പേരും തോറ്റുപോയ സ്ഥിതിക്ക് ഇനി നമ്മൾ അടുത്ത കടയിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. നമ്മുടെ നാട്ടിലത്തെ സ്റ്റുഡിയോ പോലെയാണ് ഇവിടുത്തെ കൂടുതൽ റിഡക്ഷൻ സെയിലും കാര്യങ്ങളൊക്കെ നടക്കുന്നത് പെന്നീസിലാണ്. അപ്പോൾ അവിടുത്തെ റിഡക്ഷനുള്ള സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും കൂടി കാര്യമായിട്ട് പോകുന്നത് കേട്ടോ. ഇവരൊക്കെ വലിയ നാണക്കാരാണ്. വെൽക്കം ടു നാട്ടിലെ സ്റ്റുഡിയോ 2.0. ഇതുകൊണ്ടോ ഫുള്ള് റിഡക്ഷനാണ് ഇവിടെ. ഇപ്പം തണുപ്പ് വരാൻ തുടങ്ങുന്നതുകൊണ്ട് കൂടുതൽ ഇതുപോലത്തെ കേട്ടോ ചെരുപ്പുകൾ വരുന്നത് ഇവിടെ. നമുക്ക് ചേട്ടൻ എന്തെങ്കിലുമൊക്കെ എടുത്തും കാണിക്കേ. തപ്പിയുണ്ടാം. മിസ് പിന്നെ ഒന്നും പാർട്ടിക്ക് പോകണുണ്ട്. കുഴപ്പമില്ല. അതെ, ഞങ്ങളുടെ പർച്ചേസൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ എങ്ങോട്ടാണ് മിസ് മോൾ പോകുന്നത്? ഞാൻ പോയി ബാഗ് മേടിച്ചു. ഞങ്ങൾ ഇനി എങ്ങോട്ടാണ് പോകുന്നത്? ഇതൊക്കെ കണ്ടോ? ഫ്ലവേഴ്സ് ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട്. ആരുടെയെങ്കിലും ബോട്ടത്തിൽ വെക്കാം. ഞങ്ങൾ ഷോപ്പിംഗ് അവിടത്തേക്ക് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോവാണ്. ചേട്ടനൊന്നും ഒന്നും മേടിച്ചില്ല, ഇവരാരും ഒന്നും മേടിച്ചില്ല. ഞാനൊരു ബാഗ് മേടിച്ചു. ഞങ്ങളെ കുറച്ച് പറയാം. ഇവർക്ക് കാറുണ്ട് കേട്ടോ, കാശ് കൂടിയ കാറുണ്ട്. കാണിച്ചു തരാം. കാർ അടിച്ചു കൊടുക്കാം. വലിയ കാറാണ്. ചേട്ടാ, ആ കാറിന്റെ ഫീച്ചേഴ്സ് ഒക്കെ പറഞ്ഞു കൊടുത്തേ. പറഞ്ഞേ ചേട്ടാ, പറ. അതിനെന്താ ഞങ്ങളുടെ കാറില് എന്തോളെ കുറെ കാറിലൊക്കെ ഫ്രണ്ടിൽ മാത്രമേ ഹീറ്റ് കിട്ടത്തുള്ളൂ. ഞങ്ങളുടെ കാറിൽ ബാക്ക് സീറ്റിലും ഹീറ്റ് കിട്ടും. പിന്നെ കാറിന് സ്റ്റിയറിംഗ് പിടിക്കേണ്ട ആവശ്യമില്ല വണ്ടി ഓടാൻ. പറ
അതൊന്നും ഇല്ല, അതെല്ലാം വണ്ടിക്കത്തുള്ളൂ. അതെല്ലാം വണ്ടിക്ക് വേണ്ടി ഞങ്ങൾക്ക് മാത്രല്ല കേട്ടോ. സൂക്ഷിച്ച്. ഇനി ബാക്കി കാറ് ഞങ്ങൾ കാണിച്ചു തരാം. സൂപ്പർ കാറാ. ഇതാണ് ഞങ്ങളുടെ കാർ. കണ്ടോ? പക്ഷെ സൂം ആവുന്നില്ല. ഇതിനാണ് ഞാൻ പറഞ്ഞ ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള കാറ്. ഒരു കാറിൽ കയറി ഇനി കയറിലേക്ക് കൊണ്ടുപോകത്തില്ല. ഞങ്ങൾ കാറിൻ്റെ പിന്നെ കാറിനൊരു പ്രത്യേകത ഉണ്ടെന്ന് കാണിച്ചുതരാം. ഇതിന്റെ ബാക്കിൽ വരെ ഇങ്ങനെ വെച്ചിരിക്കാനുള്ള സാധനമുണ്ട്. പിച്ചക്കാരത്തിനെ പോലെ ആണ്.